ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പത്തനംതിട്ടയിലെ നേതാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതെ, കിരണ നമസ്കാരം. നമസ്കാരം. അതെ, നേതാക്കന്മാർ ഇപ്പൊ രണ്ടുപേരും, ബാസുവും നല്ല നേതാവായിരുന്നു, അറസ്റ്റിലായത്. വാസു അങ്ങനെ പാർട്ടി നേതാവൊന്നുമല്ല, പാർട്ടി അനുഭാവിയും പാർട്ടിക്കൊപ്പം നടക്കുന്ന ആളുമാണ്. പക്ഷേ പത്മകുമാർ അങ്ങനെയല്ല, പാർട്ടിയുടെ നേതാവാണ്. പാർട്ടി മെമ്പറായിട്ടൊക്കെ പുള്ളി ഇരുന്നിട്ടുള്ള അതായിരിക്കാം, അതൊന്നും സാധാരണ മെമ്പർ എന്നൊക്കെ പറയുന്നവർ. എന്തായാലും എൻ വാസു അങ്ങനെ CPM-ന്റെ ഒരു നേതാവല്ല, CPM-നൊപ്പം നിൽക്കുന്ന ആളാണ്. അതിനപ്പുറത്തേക്ക് ഒരു നേതാവൊന്നുമല്ല. ഇദ്ദേഹമാണ് MLA ആയിട്ടിരുന്ന ആളും. അദ്ദേഹം MLA ആയിരുന്നു. പാർട്ടി ദീർഘകാലമായി ജില്ലാ കമ്മിറ്റി അംഗമാണ്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അപ്പം കിരണ ഇതിപ്പോ നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ നല്ല രീതിയിൽ ഈ അന്വേഷണം ഇങ്ങനെ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ അത് വന്ന് വകുപ്പ് മന്ത്രി വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കൊന്നും ഇതിനകത്ത് കയ്യോ കാര്യങ്ങളോ അറിയൊന്നുമില്ല. ചുമ്മാ ഇരുന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ടല്ല. മുഖ്യമന്ത്രിക്കൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുഖ്യമന്ത്രി അങ്ങനെയുള്ള കാര്യത്തിനൊന്നും കൂട്ട് നിൽക്കുമെന്നും ഞാൻ പറയുകയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഭരണത്തോടൊക്കെ എനിക്ക് എതിർക്കൊണ്ടേ പോലും അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. പിന്നെ ചന്ദ്രാനത്തിനൊക്കെ അന്ന് ആ റോഡ് മനഃപൂർവ്വം പറ്റി അന്ന് ഉണ്ടാക്കിയത് എന്നറിയോ? ഈ പേരിട്ടു ഒന്ന് മനഃപൂർവ്വം. ഈ സ്വർണ്ണമൊക്കെ കടത്തിക്കൊണ്ട് പോകാൻ റോഡൊക്കെ വേണമല്ലോ, അല്ലെ വലിയ പാടാ. ആനയും കടുവൊക്കെ ഇറങ്ങി വരുന്ന കാലത്ത് പറ്റിയില്ല. അപ്പൊ ചന്ദ്രാനന്ദൻ റോഡ് ഉണ്ടാക്കിയത് ഈ സംഭവം നടക്കുന്നതിന്, അവിടെ സ്വർണ്ണമൊക്കെ പൂശുന്നതിനും ചെമ്പ് പൂശുന്നതിനും ഒക്കെ ഒരുപാട് കാലം മുമ്പാണ്. അതെ, അതിത് പ്രശസ്തിയാവുന്നു. ഇതുപോലെ പലരും കൊണ്ടൊന്ന് ചെമ്പ് പൂശുന്നതും സ്വർണം പൂശുന്നതും ഒക്കെ അറിയായിരുന്നു അന്ന്. കരുതി കൂട്ടി വെച്ച മുൻപേ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ശബരിമലയെ സംബന്ധിച്ച് ആ കാലത്തുണ്ടായിരുന്ന സംവിധാനം ഇതൊക്കെ എത്രയോ കാലം മുമ്പാണെന്ന് ആലോചിക്കണം. അന്ന് അത് കരിങ്കല്ലായി തന്നെ ദ്വാരപാലകരൊക്കെ നിൽക്കുന്ന സമയമാണ്. അതെ, അതിന് ശേഷം ഇത് ഉണ്ടാവുന്നുള്ള ഒരു കാലം പുരോഗമിക്കുന്നതനുസരിച്ച് മാറും. നമ്മൾ പുരോഗമിക്കുമ്പോഴാണല്ലേ സ്വർണം കയറ്റണം എന്ന് തോന്നുന്നത്. ഈ പൈസക്കാൾ ധാരാളം വരും എന്നൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ കൊണ്ടുവരണമെങ്കിൽ എളുപ്പം വേണ്ട. എല്ലാവരും നടന്നു അതുപോലെ റോഡുണ്ട് അവിടെ. ശരി, ശ്രീ ഫാദർ സാമുവൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പാർട്ടി CPM ഇപ്പോൾ രണ്ട് തരത്തിലാണ്. CPM പറയുന്നത് ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല, ഞങ്ങളുടെ ഏത് ആളായാലും ഏത് ഉന്നതനായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും, അതിൽ അന്വേഷണത്തിൽ ഇടപെടില്ല എന്ന് വാദിക്കുന്നു. മറുഭാഗത്ത് ഉയരുന്ന ചോദ്യം, CPM-ന്റെ മുതിർന്ന നേതാവ് തന്നെ ഇങ്ങനെ അറസ്റ്റിലാവുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ CPM-ന് ആ കാലത്ത് ഇത് ചെയ്ത കാലത്തൊന്നും വന്ന് നോക്കാനും കാണാനുമുള്ള ശ്രദ്ധയൊന്നും ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നിങ്ങളെ സഹ ആങ്കറോട് പോയി? മനു ഒരു ലീവിലാണ് ഒരാഴ്ച. എന്റെ അന്വേഷണം പറയണേ. പറയാം, ഉറപ്പായി പറയാം. പിന്നെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ എത്ര ഉന്നതങ്ങളിലേക്ക് പോയാലും അത് നല്ലതാണ്. കാരണം ആരാണ് തെറ്റ് ചെയ്ത് അവരെ കണ്ടുപിടിക്കണം, അവരെ ശിക്ഷിക്കണം, അത് ശരി തന്നെയാ. പക്ഷേ ഇത് വലിയ കോടതികളിലേക്ക് പോകൂലേ? സുപ്രീം കോടതി വരെ പോകും. അപ്പൊ സുഖമായിട്ട് അവിടുന്ന് ഊരി വരാനും സാധ്യതയുണ്ട്. കാരണം വേറൊരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ലേ, വാദം പോലും കേൾക്കുകയുണ്ടായില്ല. ഏതാ മാറ്റർ നമുക്കറിയാം. ഇതും അങ്ങനെ തന്നെ തള്ളിപ്പോകാൻ സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും കോടതി ഇടപെട്ടതായതുകൊണ്ട് ചെറിയൊരു പ്രത്യാശയുണ്ട്. അത് എത്രത്തോളം നിലനിൽക്കുന്ന ഒരു വലിയ സംശയം എനിക്കുണ്ട്. കാരണം അതിന് സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവര് ഏതറ്റം വരെയും പോകും. ശരി, എന്തായാലും അങ്ങനെയൊക്കെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുമുണ്ട് സമൂഹത്തിൽ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, CPM-ന്റെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു തലമുതിർന്ന നേതാവ്, മുൻ MLA അങ്ങനെ ഇരിക്കുന്ന പത്മകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സ്വാഭാവികമായും ആ പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നതല്ലേ ഈ അറസ്റ്റ്? തീർച്ചയായിട്ടും ഇത് ആ കോടതി പുറകെ തന്നെ ഉള്ളതുകൊണ്ട് അറസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ മുഴായി ബാബുവിനെ കൊണ്ട് പരിപാടി തീർന്നേനെ. കോടതി ഉള്ളതുകൊണ്ട് പുറകെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ അറസ്റ്റ് ആകത്തായി. ഇത് ഭയങ്കര അടിയായി പോയത് CPM-ആയിരുന്നു. അത് ഏറ്റവും MLA ഒക്കെ ആയിട്ടിരുന്ന ആളെ അത് പോയെ. മുകളിലേക്ക് പോകാനുണ്ട്. ഇത് മിക്കവാറും ഇവിടെ കൊണ്ട് നിൽക്കുക. അതിൽ കൂടുതൽ മുകളിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നുള്ളത് അത് പോയത് തന്നെ. പിന്നെ എല്ലാവരും കള്ളന്മാരാണ്. ഇത് പണ്ടുപോയ അന്വേഷിച്ച് ഒത്തിരി പേര് അകത്ത് പോകും. ഇത് 25 വർഷം മുമ്പ് അന്വേഷിച്ചു കഴിഞ്ഞാൽ മറ്റവരും പോകത്ത് കുറെ പേരൊക്കെ. മറ്റേ ഇയാളുടെ അയ്യനൊക്കെ എടുത്തുണ്ടല്ലോ, അല്ല വേറെ മറന്നുപോയല്ലോ. എല്ലാവരും ഉണ്ട്. എടുത്ത് കക്കാനായും മോശക്കാരനല്ല. ഭക്തിയുള്ളവരും ഭക്തിയില്ലാത്തവരൊക്കെ കേൾക്കും. പൈസ കിട്ടി ആർക്കെങ്കിലും കഴിക്കുമോ? അടിച്ചു പോയി പൈസ, ചില്ലറ പൈസ വായിക്കൊണ്ടുപോകുന്നവർ എന്നെ അമ്പലത്തിലുണ്ട്. പണ്ട് പൈസ എണ്ണിക്കൊണ്ടിരുന്നവര്.
എല്ലാരും കക്കും ശരി, കാര്യത്തില്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. നേരത്തെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും എൻ വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, എ പത്മകുമാറും പ്രസിഡന്റാണ്. പക്ഷേ എൻ വാസുവിനെ പോലെയല്ല, എ പത്മകുമാർ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അങ്ങനെ ഒരാൾ അറസ്റ്റിലാവുമ്പോൾ അതിൽ നിന്ന് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുമോ? കിരൺ സാർ, ശബരിമലയിൽ ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണ്. അതിനകത്ത് ആരൊക്കെ പെട്ടാലും പ്രശ്നമല്ല, ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഭക്തജനങ്ങൾ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്ന പൈസയും സ്വർണവും ഒക്കെ ഭാവിയിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ തന്നെ ഇന്നിപ്പോ കർണാടക ഗവൺമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു കത്തയച്ചേക്കാണ്. അവിടെ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് സുരക്ഷയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ചെയ്യണമെന്ന്. അപ്പൊ ഇന്ത്യ ഒട്ടിക്കുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് എന്താ വെച്ചാൽ ശബരിമലയിലേക്കും കേരള ഗവൺമെന്റിലേക്കും കത്ത് വരാൻ സാധ്യതയുണ്ട്. ശബരിമലയിലെ ഈ പോക്ക് മുന്നോട്ട് പോയ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് സാർ. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് പ്രതികരിച്ചത്. ശ്രീ